ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റോസാ ചെടിയിലും അതുപോലെ തന്നെ മറ്റു പൂച്ചെടികളിലെല്ലാം തന്നെ നല്ലപോലെ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു വളം വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചെടികളിലൊക്കെ ഇതുപോലെ എപ്പോഴും നിറയെ പൂവുണ്ടായി നിൽക്കുന്നത് കാണാനല്ലേ നമുക്കിഷ്ടം. അതിന് ചെടി വളരാനും പൂക്കൾ ഉണ്ടാവാനൊക്കെയുള്ള വളങ്ങൾ ഇടയ്ക്കിടെ കൊടുത്തുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് റോസാ ചെടികൾക്ക്. റോസിലൊക്കെ തുടർച്ചയായിട്ട് പൂക്കൾ ഉണ്ടാവാൻ നല്ല രീതിക്ക് വളങ്ങൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. 1-2 ആഴ്ച ഇടവിട്ടിട്ട് റോസാ ചെടിക്ക് വളങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ രാസവളങ്ങളെക്കാളും ജൈവവളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. തുടർച്ചയായിട്ട് രാസവളങ്ങൾ ഉപയോഗിച്ചാൽ അത് നമ്മുടെ ചെടിയുടെ വേരുകളുടെ വളർച്ചേനെ ദോഷകരമായി ബാധിക്കാറുണ്ട്. അത് ക്രമേണ ചെടി നശിച്ചു പോകാനും കാരണമാകാറുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ചെടികളെല്ലാം നന്നായി വളരാനുള്ള വളങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒട്ടും പൈസ ചിലവില്ലാതെ മറ്റ് സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാതെ നമുക്ക് ആരോഗ്യമുള്ള ചെടികൾ വളർത്താനും സാധിക്കും. അങ്ങനെയുള്ള വളരെ ഇഫക്റ്റീവായ പല വളങ്ങളും തയ്യാറാക്കുന്ന വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കാണണം. വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വളം എങ്ങനെയുള്ളതാണെന്നൊന്ന് നോക്കാം. നമ്മുടെ വീട്ടിലൊക്കെ കറി വയ്ക്കാനായി മീൻ വാങ്ങാറുണ്ട് അല്ലേ? മിക്കവാറും അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വേസ്റ്റൊക്കെ നമ്മൾ പുറത്ത് കളയോ അല്ലെങ്കിൽ സ്മെല്ല് വരാതിരിക്കാനായിട്ട് കുഴി കുത്തി മൂടുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇനി മുതൽ അങ്ങനെ ചെയ്യണ്ട കേട്ടോ. നമ്മുടെ ചെടികൾ വളരെ കരുത്തോടെ പച്ച പിടിച്ച് വളരാൻ സഹായിക്കുന്ന ഒരു കിടിലൻ വളം അതുപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മീൻ വേസ്റ്റ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഫിഷ് അമിനോ ആസിഡാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. നിങ്ങളിൽ പലർക്കും ഫിഷ് അമിനോ ആസിഡിനെ കുറിച്ച് അറിയുന്നുണ്ടാവും, അതുപോലെ ഉണ്ടാക്കിയിട്ടും ഉണ്ടാവും. എന്നാലും ഫിഷ് അമിനോ ആസിഡ് ശരിയായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സാധാരണ മത്തി അല്ലെങ്കിൽ ചാളമീൻ എന്ന് പറയും, അതുപയോഗിച്ചിട്ടാണ് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാറുള്ളത്. ഞാനിന്ന് മത്തി വൃത്തിയാക്കിയതിന് ശേഷമുള്ള മീൻ വേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോയുടെ അടുത്ത് വരും. മത്തി വാങ്ങാത്തൊരു വീട് പോലും ഉണ്ടാവില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മീൻ വേസ്റ്റ് കിട്ടാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മത്തി നന്നായി ഉണ്ടാവുന്ന സീസണിൽ നമുക്ക് വളരെ വിലക്കുറവിൽ കിട്ടില്ലേ? ആ സമയത്ത് നമുക്ക് ഈ വളം കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. പലരും ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാനായിട്ട് മീൻ മുഴുവനോടെ എടുക്കാറുണ്ട്. ഒരുപാട് ചെടികളും പച്ചക്കറികളൊക്കെ വളർത്തുന്നവർക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ചെയ്യാം. ചെടികൾക്ക് മാത്രം ഉപയോഗിക്കാൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്രയും മീൻ വേസ്റ്റ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് വേറെ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഈ മീനിൻ്റെ അതേ അളവിലുള്ള ശർക്കരയാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത്. പിന്നെ നല്ല ടൈറ്റായിട്ട് അടച്ചു മൂടി വയ്ക്കാൻ പറ്റുന്ന ഇതുപോലുള്ളൊരു പാത്രം വേണം. അടപ്പിൽ പിരികളുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഒട്ടും വായു കടക്കാതെ അടച്ചു മൂടി വയ്ക്കാൻ പറ്റും. ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുമ്പോൾ ശർക്കരയും മീനും ഏകദേശം തുല്യ അളവിൽ തന്നെ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. ഇത് രണ്ടും തമ്മിലുള്ള ശരിയായ പ്രവർത്തനം നടന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് അമിനോ ആസിഡ് കിട്ടാൻ അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ചിലപ്പോൾ പുഴു വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കിത് രണ്ടും ഏകദേശം തുല്യ അളവിൽ തന്നെ എടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഈ മീൻ വേസ്റ്റിൽ നിന്ന് കുറച്ചെടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് 1-2 അച്ച് ശർക്കര കൂടി ഇടാം. ഇതുപോലെ വീണ്ടും കുറച്ച് മീനിട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ ശർക്കര ഇട്ട് കൊടുക്കാം. നമ്മൾ നെല്ലിക്കയും ശർക്കരയും ഇതുപോലെ ഒന്നിനു മേലെ ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നെല്ലിക്ക വൈനൊക്കെ ഉണ്ടാക്കാറില്ലേ? സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഇതും. മീനിൻ്റെ വേസ്റ്റെല്ലാം നല്ലപോലെ അഴുകി ഒരു മുള്ളു പോലും ബാക്കിയാവാതെ ഒരു ലിക്വിഡ് പരുവത്തിലാക്കി മാറ്റുന്നതിനാണ് നമ്മളിതിൽ ശർക്കര ചേർക്കുന്നത്. നമ്മളിതിട്ട് വയ്ക്കാനായിട്ട് പാത്രം എടുക്കുമ്പോൾ മീനും ശർക്കര എത്ര എടുക്കണുണ്ടോ അത് കൊള്ളാനുള്ള അത്രയും വലുപ്പത്തിലുള്ളൊരു പാത്രമായിരിക്കണം എടുക്കേണ്ടത്. അതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പം കൂടുതലുള്ള പാത്രം നോക്കി വേണം നമ്മൾ എടുക്കാൻ. വളരെ ചെറിയ പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നതിനേക്കാളും കുറച്ച് വലുപ്പമുള്ള പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നതാണ് പിന്നീട് നമുക്കിത് എടുക്കാനൊക്കെ സൗകര്യം. ഇപ്പോൾ ഇതാ മീൻ മുഴുവനായിട്ടും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ശർക്കരയും കൂടി ഇട്ടിട്ട് ഫില്ല് ചെയ്യാം. ശർക്കര ഇത്രയും മതിയാവും, കാരണം മീൻ വേസ്റ്റ് ഇത്രയല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ഏകദേശം തുല്യ അളവിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പ് വെച്ച് ഇത് നല്ല ടൈറ്റായിട്ട് അടച്ച് മൂടി വയ്ക്കാം. ഒട്ടും എയർ കിടക്കാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് വേണം ഇത് അടച്ച് മൂടി വയ്ക്കാൻ.
എല്ലാം നല്ല പോലെ മിക്സ് ആവാനായിട്ട് നമുക്കൊന്ന് നന്നായി കുലുക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് റെഡിയാക്കാനുള്ളതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 3 മുതൽ 6 മാസം വരെ ഇങ്ങനെ അടച്ച് മൂടി വെക്കണം. നല്ല പെർഫെക്റ്റ് ഫിഷ് അമിനോ ആസിഡ് കിട്ടാനായിട്ട് നമുക്കിത് ഏകദേശം 6 മാസത്തോളം വെക്കണം. എന്നാലും ഒരു 3 മാസം കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാനുള്ളൊരു പരുവത്തിലായിട്ടുണ്ടാവും. പിന്നെ നമ്മളിത് എടുത്ത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം ചൂടൊന്നും തട്ടാത്തൊരു സ്ഥലത്ത് വേണം വെക്കാൻ. അതുപോലെ വളരെ സേഫായിട്ട് ഇരിക്കുന്നൊരു സ്ഥലം നോക്കി വേണം ഇതെടുത്ത് വയ്ക്കാൻ. വളരെ വീര്യം കൂടിയിട്ടുള്ള ഒരു ജൈവ വളമാണ് ശരിക്കും ഫിഷ് അമിനോ ആസിഡ്. നമുക്കതിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാം, അതിൽ അമിനോ ആസിഡ് ഉണ്ട്. അമിനോ ആസിഡിൽ ധാരാളം നൈട്രജൻ, കാർബണൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഫിഷ് അമിനോ ആസിഡ് ചെടികൾക്ക് കൊടുത്താൽ ചെടികൾ നല്ല രീതിയിൽ വളരും. ഫിഷ് അമിനോ ആസിഡിൻ്റെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ സസ്യങ്ങളുടെ വളർച്ചയിലും വികാസത്തിലൊക്കെ ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ചെടികളുടെ ശരിയായ വളർച്ചയ്ക്കും നല്ലപോലെ പൂക്കുന്നതിനുള്ള ഫലപ്രദമായിട്ടുള്ളൊരു ജൈവവളമാണ്. ഇതിൻ്റെ ശരിക്കുള്ള പ്രവർത്തനം നോക്കിയാൽ നമ്മുടെ ചെടികൾക്ക് ആരോഗ്യം നിലനിർത്തുന്നതിന് ക്ലോറോഫിൽ വേണം. ആ ക്ലോറോഫിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നൈട്രജൻ ഈ ഫിഷ് അമിനോ ആസിഡിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെടികൾ നല്ല പച്ച പിടിച്ച് ആരോഗ്യത്തോടെ വളരുന്നു. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം മണ്ണിലെ നല്ല സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. ഈ സൂക്ഷ്മജീവികൾ ചെടി നന്നായി വളരാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ചെടികളിൽ കാർബണിൻ്റെയും നൈട്രജൻ്റെയും നല്ല രീതിയിലുള്ള മെറ്റബോളിസം നടക്കാനും ഫിഷ് അമിനോ ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലൊരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് കൊടുക്കുന്നതിലൂടെ സസ്യങ്ങളിൽ പോഷക ലഭ്യത കൂടുകയും അങ്ങനെ പോഷകങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ചെടിയുടെ കഴിവും കൂടുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് നമ്മുടെ ചെടികളെ നല്ല കരുത്തോടെ, നല്ല ആരോഗ്യത്തോടെ പച്ച പിടിച്ച് വളരാനായിട്ട് സഹായിക്കുന്നു. ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനുള്ള ഒരുപാട് പോഷകങ്ങൾ ഫിഷ് അമിനോ ആസിഡിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ചെടീനെ നല്ല കരുത്തോടെ വളരാനും സഹായിക്കുന്നു, നിറയെ പൂക്കൾ ഉണ്ടാവാനും സഹായിക്കുന്നു. ഇനി ഇത് ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. 6 മാസം മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡ് ഒരു കുപ്പിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് നോക്കാം. ഇത് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഫിഷ് അമിനോ ആസിഡ്, അതുപോലെ തന്നെ ഒരു 6 മാസം മുമ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫിഷ് അമിനോ ആസിഡാണ് ഇത്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, ഇത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് രൂപത്തിലുള്ള ഒരു വളമായിട്ടാണ് ഇരിക്കുന്നത്. മീനിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം മുഴുവനായിട്ടും അഴുകി ഇതൊരു ലിക്വിഡ് ഫോമിലായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഫിഷ് അമിനോ ആസിഡ് റെഡി ആയാൽ ഇതുപോലെ നല്ല ബ്ലാക്ക് കളറിലാണ് ഇരിക്കുക. ആ മീനിൻ്റെ നെയ്യൊക്കെ ഉരുകി മേലെ ഒരു പാട പോലെ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇത് നമ്മൾ ഇന്നിട്ട് വെച്ചിട്ടുള്ള ഫിഷ് അമിനോ ആസിഡാണ്. 6 മാസം മുമ്പ് ഇതുപോലെ ഇരുന്നതാണ് ഇപ്പോൾ മുഴുവനായിട്ടും അഴുകി ഈ ഒരു രൂപത്തിലായിട്ടുള്ളത്. ഇതിപ്പോൾ 6 മാസമായിട്ടുള്ള ഈ ഫിഷ് അമിനോ ആസിഡ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിത് ഈ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം എടുക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഫിഷ് അമിനോ ആസിഡ് വളരെ വീര്യം കൂടിയിട്ടുള്ള ഒരു വളമാണ്. അതുകൊണ്ട് തന്നെ അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നേർപ്പിച്ചിട്ട് വേണം. 1:1000 എന്നുള്ള രീതിയിൽ വേണം അത് നേർപ്പിച്ചെടുക്കാൻ. ഇത് വളരെ ചെറിയ അളവിൽ മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കൂടിപ്പോയാൽ ചെടികൾ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ളൊരു അനുപാതം വെച്ച് നോക്കുകയാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 മില്ലി എന്നാണ് അളവ്. ഞാനിത് ഈ കപ്പിൻ്റെ 1/4 ഭാഗത്തോളാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ബക്കറ്റിൽ കൊള്ളാവുന്ന അത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബക്കറ്റിൽ ഇത് ഒഴിച്ചിട്ട് 2 ബക്കറ്റിലേക്കായിട്ട് പകർത്തി 2 ബക്കറ്റിൽ നിറയെ വെള്ളം എടുത്ത് അത് രണ്ടും പകർത്തി ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബക്കറ്റിൽ ഇപ്പോൾ ഏകദേശം ഒരു 10 ലിറ്ററോളം വെള്ളം കൊള്ളും. അപ്പോൾ ഒരു 20 ലിറ്ററിലേക്കാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് എടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ അളവിലെടുക്കണം. 1 ലിറ്റർ വെള്ളത്തിലേക്ക് വേണമെങ്കിൽ ഒരു 2-3 മില്ലിയോളമൊക്കെ എടുക്കാം. ഏറിയാൽ 5 മില്ലി, അത്രയാണ് 1 ലിറ്റർ വെള്ളത്തിലേക്ക് പാടുള്ളൂ. നമ്മളെടുത്ത കപ്പിൽ മീനിൻ്റെ നെയ്യ് പറ്റിയിരിക്കുന്നതാണ് കേട്ടോ ഞാൻ കാണിച്ചത്. ഞാനിപ്പോൾ ഇത് നന്നായി ഡൈല്യൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ വീര്യം കൂടിയൊരു വളമായതുകൊണ്ട് തന്നെ മാസത്തിൽ 1 തവണ മാത്രമേ നമ്മളിത് ചെടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പുതുതായി നട്ട് വളർന്നു തുടങ്ങിയ ചെടികൾക്ക് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു വളമാണിത്.
കാരണം അത് നല്ല പോലെ തഴച്ച് വളരാനായിട്ട് ഇത് സഹായിക്കും. നമ്മുടെ വീട്ടിലെ റോസാ ചെടികളും മറ്റു പൂച്ചെടികളും പച്ചക്കറികളും ഒക്കെ നല്ല കരുത്തോടു കൂടി തഴച്ച് വളരാൻ ഈ വളം മാത്രം നമ്മൾ കൊടുത്താൽ മതി. നല്ല കരുത്തോടെ വളരുന്ന ചെടിയിലല്ലേ നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വളം കൊടുത്താൽ ചെടികൾ നല്ല പോലെ പൂക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ റോസാ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ പലതരത്തിലുള്ള വളങ്ങളിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡും കൊടുക്കാറുണ്ട്. ഫിഷ് അമിനോ ആസിഡ് മാസത്തിൽ 1 തവണ മാത്രമാണ് കൊടുക്കാറുള്ളത്. എൻ്റെ ചെടികളൊക്കെ നല്ല കരുത്തോടെ വളരുന്നുണ്ട്, നല്ലപോലെ പൂക്കളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഈ വളം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.